നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. കളിച്ചിരി കാലങ്ങളുമായി വീണ്ടും ഇതാ വെൽക്കം ടു ജീസസ് കിഡ്സ്. കുസൃതി വിരുന്നുകളിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവർ ദാ വരുന്നുണ്ട്, കാട്ടിലെ കൂട്ടുകാർ. മോനെ, നമ്മൾ ഉള്ള കഴിവ് വെച്ച് കാട്ടുത്സവത്തിന് പാട്ട് അവതരിപ്പിക്കണം. അതല്ല അമ്മേ, കുറെ നല്ല ഗായകരുണ്ട്, അപ്പൊ നല്ല മത്സരമായിരിക്കും. അതാ പറഞ്ഞത്, മോന് ജന്മനാ കിട്ടിയ കഴിവുകളുണ്ട്, അതുപയോഗിച്ച് മത്സരത്തിൽ വിജയിക്കണം. എന്തു പറ്റി? മോൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു മ്യൂസിക് ടീച്ചറെ വെച്ച് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ചെലവുള്ള കാര്യമല്ലേ? അതൊക്കെ അറിയാം അമ്മേ, പക്ഷെ കാര്യമായ പരിശീലനം കിട്ടിയാൽ ഞാൻ 1ാം സ്ഥാനം വാങ്ങും. അത് അമ്മ വിഷമിക്കാതെ, ഈ മത്സരത്തിൽ ഞാൻ എന്തായാലും പങ്കെടുക്കും. നല്ല കുട്ടി, നിന്റെ കഴിവിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടും, തീർച്ചയായും. അമ്മേ, ഞാൻ കളിക്കാൻ പോട്ടെ? അല്ല മോനെ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഞാൻ വേഗം വരും അമ്മേ, എന്നിട്ട് പഠിക്കാം. എന്നാ ശരി, പൊക്കോ, വേഗം വരണോ കേട്ടോ. അമ്മേ, ഞാൻ വേഗം വരാം. ശ്രദ്ധിച്ചു പോണേ കേട്ടോ. ദൈവമേ, എന്റെ കുട്ടിക്ക് വലിയ ആഗ്രഹമുണ്ട് ഒരു പാട്ടുകാരനാവാൻ. എന്ത് വില കൊടുത്തിട്ടായാലും വേണ്ടില്ല, അവനെ പാട്ട് മത്സരത്തിൽ പങ്കെടുപ്പിച്ച് സമ്മാനം നേടിക്കണം. ദൈവമേ, കാത്തോണേ. പപ്പീസിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അത് തടസ്സം നിൽക്കുകയല്ല സാറേ. പിന്നെ എന്താ പ്രശ്നം? പണം, അതൊരു പ്രശ്നമാ. പിന്നെ പഠിപ്പിക്കാനുള്ള ഒരാളെ കണ്ടെത്തണം. അതൊന്നും പപ്പീസിന്റെ അമ്മ പേടിക്കണ്ട. അത് പിന്നെ സാറേ, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ സാറേ, അതൊക്കെ സാറിന് ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാതെ എന്തെങ്കിലും കാര്യം നടക്കുമോ? പപ്പീസിന്റെ അമ്മ വിഷമിക്കാതെ. അവന്റെ മനസ്സിലെ വലിയ ആഗ്രഹമാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. പപ്പീസിന് ജന്മനാ ഉള്ള കഴിവല്ലേ പാട്ട്. സാറേ, അവന്റെ കഴിവുകളെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല. എന്റെ അറിവിൽ ഒരു മാഷുണ്ട്, നമ്മുടെ കോവർ ചേട്ടന്റെ ഒരു ബന്ധുവാ. ഫീസൊക്കെ കുറച്ച് കോവർ ചേട്ടനുമായി ആലോചിക്കട്ടെ. വളരെ ഉപകാരം സാറേ. പപ്പീസിന്റെ അമ്മ ടെൻഷൻ അടിക്കാതെ ചെല്ലേ. കലാകാരന്മാരെയും കഴിവുള്ളവരെയും ദൈവം ഒരിക്കലും കൈവിടില്ല. എന്നാ ശരി സാറേ. ഇന്നത്തെ കളി എന്തായാലും വളരെ ഗംഭീരമായി കേട്ടോ. ഇനി പപ്പീസിന്റെ ഒരു പാട്ട് കൂടെ കേട്ടാ ഈ കോരു പോറങ്ങിപ്പോകും. കാട്ടുത്സവത്തിന് പാടിയാ പോരെ? മാത്രവുമല്ല ഈ കോരു നല്ലൊരു പാട്ടുകാരനല്ലേ? പപ്പീസിന് ഇപ്പൊ ഒരു പാട്ട് പാടാൻ. ശരി ശരി, ദാ പിടിച്ചോ, പാടിക്കോ. ആകാശമാകെ കനിമല കതിരുമായി പുലരിപ്പോൽ വരൂ. ആകാശമാകെ കനിമല കതിരുമായി പുലരിപ്പോൽ വരൂ. പുതുമണ്ണിന് പൂവിടാൻ കൊതിയായി നീ വരൂ.
ആകാശമാകെ. അടിപൊളി അടിപൊളി കേട്ടോ, നന്നായിട്ട്. ഇതിൽ നന്നായിട്ട് കാട്ടുത്സവത്തിന് എനിക്ക് പാടാൻ കഴിയും. ആ പിന്നെ എന്നെ പാട്ട് പഠിപ്പിക്കാൻ ഒരു മാഷ് വരുന്നുണ്ട്. വമ്പൻ സാറ് ഏർപ്പാട് ചെയ്തതാ കേട്ടോ. കൂട്ടുകാരെ, ഞാൻ പോകട്ടെ, സമയം ഏറെ വൈകി. ശരി ശരി. അപ്പോ കാട്ടുത്സവത്തിന് പപ്പീസിന് തന്നെ പ്രൈസ്. ഓ, അതൊന്നും പറയാൻ കഴിയില്ല. നല്ലപോലെ പാടാൻ കഴിയുന്നവർക്ക് 1ാം സ്ഥാനം ലഭിക്കും. ഒരു എന്താ ഉറക്കമായോ? ഇത്രക്ക് ക്ഷീണമുണ്ടോ? ക്ഷീണമോ? എനിക്കോ? പിന്നെ ക്ഷീണമാന്ന് പറഞ്ഞല്ലേ കിടന്നത്? എടോ ഗംഭീർ, എനിക്ക് ക്ഷീണവുമില്ല ഉറക്കവും വരുന്നില്ല. ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ? തട്ടിപ്പോ? അതേന്ന്, അവൻ കാട്ടുത്സവത്തിന് പാടുന്ന പാട്ടൊന്ന് കേൾക്കാനാ. അതുകൊണ്ട് എന്താ പ്രയോജനം? എടോ മണ്ട്, ആ പപ്പീസിന്റെ മുഖ്യ എതിരാളി ഞാനായിരിക്കും. എന്തിന്? പാട്ടിനോ? നോക്കിക്കോ, ഞാനായിരിക്കും ഈ പ്രാവശ്യം സംഗീത മത്സരത്തിൽ വിന്നർ. പാടിയിട്ടൊന്നും ശരിയാവണില്ലല്ലോ. ഇങ്ങനെ പാടിയാൽ ആലോചിക്കുമ്പോ സങ്കടം വരുന്നു. എന്തെങ്കിലും വിധത്തിൽ പാട്ട് റെഡിയാക്കിയേ പറ്റൂ. ഒരു കഠിന പരിശീലനത്തിലാണെന്ന് തോന്നുന്നു. കളിയാക്കിയതാണോ? അയ്യോ കൊരു, ഇതുവരെ എന്നോടുള്ള ദേഷ്യം അറിയില്ലേ? ഒരു ഇവനിത് എന്ത് പറ്റി? ഒരു ദേ വരുന്നു, ഞാനും വരാം. എന്താ എന്താ കോരു? എന്താ പ്രശ്നം? ആരാ? എന്താ ഉണ്ടായത്? പറയൂ. ഞാൻ പ്രതീക്ഷിച്ചാണ് തന്നെയാകാൻ സാധ്യത. ആരാണെന്ന് പറയൂ. ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിലേ ഇനി ഒരു സൂപ്പർ നാടകമായിരിക്കും. ഓ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പൊക്കെ മനസ്സിലാക്കി തരാം. ബാബു സാറേ പറഞ്ഞു വന്നതായിരിക്കല്ലേ? അതെ അതെ. ഓ, അനുഗ്രഹിക്കണം ഗുരു, അനുഗ്രഹിക്കണം ഗുരു, അനുഗ്രഹിക്കണം ഗുരു. എന്റെ കാലിന്ന് വിടുന്നേ. കുട്ടി എന്താ ഈ കാണിക്കണേ? ഇത്രയും ബഹുമാനം ഒന്നും വേണ്ടായിരുന്നു. ഹാവൂ, സമാധാനമായി. വമ്പൻ സാറിനെയോ എനിക്ക് പരിചയമില്ല. എന്റെ സുഹൃത്ത് കോവറാശാൻ പറഞ്ഞ പ്രകാരമാണ് ഞാൻ വന്നത്. അല്ല, മോന് തന്നെയല്ലേ സംഗീതം പഠിക്കേണ്ടത്? സാറേ, ഈ സംഗീതമാകുന്ന അനന്തസാഗരത്തിൽ മുങ്ങിത്താഴ്ന്ന് നാദബ്രഹ്മത്തിന്റെ ചിപ്പി വാരാൻ എനിക്ക് കൊതിയായി സാറേ. മോനിത് എന്തൊക്കെയായി പറയണത്? അല്ല, നമുക്ക് വീട്ടിൽ പോയിട്ട് പാട്ട് പഠിക്കാമെന്ന് പറയുകയായിരുന്നു സാർ. ശരി എങ്കിൽ ശരി നടക്കൂ സാർ. നടന്നോളൂ സാർ. വരൂ സാർ. ഇനിയിപ്പോ എന്തൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുമോ ആവോ? കഷ്ടം. എന്നാലും എന്റെ സാറേ, യാതെ പപ്പീസേ, അതേനെ. ഓവർ ചേട്ടൻ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരാളെ വിട്ടു എന്നത് സത്യമാണ്. പക്ഷേ അയാൾ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. കാട്ടുത്സവം അടുത്തു, അതാ പപ്പീസിന് ഇത്രയും പേടി സാറേ. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? പപ്പീസിന്റെ ജന്മനാ ഉള്ള വാസന പൊടി തട്ടിയെടുക്കുക എന്നതാണ് ഗുരുവിന്റെ കർത്തവ്യം. എന്നാലും സാർ, ഒരു ട്രെയിനിങ് ഇല്ലാതെ ഞാൻ പപ്പീസേ, സ്വന്തം കഴിവിനെ പരിശ്രമത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും പരിപോഷിപ്പിച്ചെടുക്കുക. വിജയം സുനിശ്ചിതമായിരിക്കും. ഞാൻ എല്ലാ ദിവസവും 2 മണിക്കൂർ സാധകം ചെയ്യുന്നു. വെരി ഗുഡ്. പരിശ്രമിച്ചാൽ നമുക്ക് എന്തിനേയും യാഥാർത്ഥ്യമാക്കാം. അതെ, ബസ് വരുന്നു. എനിക്ക് ടൗണിൽ ചെല്ലേണ്ടതുണ്ട്. കാട്ടുത്സവത്തിന്റെ സൗണ്ട് സിസ്റ്റം എടുക്കണം. ബൈ.
ഈണത്തിൽ ശ്രുതി ചേർത്ത് പാടൂ. കല എന്നത് സർഗാത്മകമാണ്. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരണം. വരും സർ, ഞാൻ വരുത്തും. സാർ വിഷമിക്കാതെ. എന്നെ പാടി തോൽപ്പിക്കാൻ ആരും ഉണ്ടാകില്ല സാർ. അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത് അഹങ്കാരമാണ്. നിന്നേക്കാൾ കഴിവുള്ളവർ നിരവധി ഉണ്ടാകും. വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നമ്മുടെ കഴിവുകൾ നമ്മൾ അവതരിപ്പിക്കുക. പിന്നെ എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ആ, നമുക്ക് പാടി നോക്കാം. മഹേശ്വര നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. മനോജ്ഞമാം നിൻ ഗീതികൾ പാടാൻ കഴിഞ്ഞ ദൈവമേ, എന്റെ കുട്ടിക്ക് നല്ലത് വരുത്തണേ. അവന്റെ ഈ പരിശ്രമത്തിന് ഫലം കൊടുക്കണേ. നിൻ സുദിനം കാണാൻ കഴിഞ്ഞ കണ്ണിനു സൗഭാഗ്യം. മോന് ചായ എടുക്കട്ടെ? കുറച്ച് കഴിഞ്ഞിട്ട് മതി അമ്മേ. ഗീതികൾ പാടാൻ കഴിഞ്ഞ നാവിനു സൗഭാഗ്യം. നൂറു നൂറു കണ്ണുകൾ പണ്ടേ അടഞ്ഞു നിന്നെ. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഞാൻ പറഞ്ഞില്ലേ മോനെ, കഴിവുള്ളവരെ വിജയിക്കൂ എന്ന്. അല്ല സാറ്, സാറ് പറഞ്ഞു തന്നതുപോലെ ഞാൻ പാടിയിട്ടുണ്ടല്ലോ. കല എന്നത് ആരും പറഞ്ഞു തന്ന് പഠിക്കുന്ന ഒന്നല്ല. അതിൽ കഴിവുള്ളവർ വിജയിക്കും. ഹായ് കോരു, പാട്ട് വളരെ ഗംഭീരമായിരുന്നു. സാറ് കളിയാക്കിയതാണല്ലേ? അയ്യോ, ഒരിക്കലുമല്ല കോരു. കോരു കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനേക്കാൾ അസലായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അല്ല, സാറിനെ മനസ്സിലായില്ലല്ലോ. പരിപാടി നടക്കുന്ന സ്ഥലത്ത് വെച്ച് പരിചയപ്പെടണമെന്ന് വിചാരിച്ചതാ. പക്ഷേ തിരക്കിലായി പോയി. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഞാനായി കോരുവിനെ പാട്ട് പഠിപ്പിച്ചത്. ഞാൻ കുറച്ച് ദൂരെ നിന്നാ. സാറ് കോവർ ചേട്ടനോട് പറഞ്ഞ് ഏർപ്പാടാക്കിയ സംഗീത അധ്യാപകൻ ഞാനാ. ശരി, ഞാൻ ഏർപ്പാടാക്കി. അതെ സാറേ, ഞാൻ വന്ന ദിവസം തന്നെ ഈ കോരുവിനെ കണ്ടു. സാറ് നാട്ടിലില്ല, പങ്കിലം കാട്ടിൽ എന്തോ സമ്മേളനത്തിന് പോയെന്ന് കോരു പറഞ്ഞു. അതാ പിന്നെ സാറിനെ അന്വേഷിക്കാതിരുന്നത്. ആ മാഷ് വഞ്ചിക്കപ്പെട്ടു. യഥാർത്ഥമായി മാഷ് പഠിപ്പിക്കേണ്ടത് ഈ പപ്പീസിനെ ആയിരുന്നു. അത് പിന്നെ എനിക്കും ചില സംശയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാ സംഗീതത്തിൽ ഒരു അഭിരുചിയും ഇല്ലാത്ത ഈ കോരുവിനെ പഠിപ്പിക്കാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടി. മോനെ, മോൻ വളരെ നന്നായി പാടി സർ. എന്തിനായിരുന്നു കോരു ഈ ഒരു നാടകം? സാറേ, മക്കളെ, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി അവസാനം പരാജയപ്പെട്ട് തലകുനിച്ച് നിൽക്കുന്നത് കഷ്ടമാണ് കേട്ടോ. ആ, ശരിയാ സാറേ. പാട്ട് ഞാൻ ഈ കോരുവിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ പപ്പീസിനെ മറികടക്കാൻ കോരുവിന് കഴിഞ്ഞില്ല. കോരു വിഷമിക്കാതെ. ഇനിയെങ്കിലും തെറ്റുകൾ മനസ്സിലാക്കി നേരായി ജീവിക്കാൻ ശ്രമിക്കുക. സാറേ, കാട്ടുത്സവത്തിന് എങ്ങനെയെങ്കിലും ഷൈൻ ചെയ്യാൻ വേണ്ടിയാ ഞാൻ. കരയാതെ. എങ്ങനെയെങ്കിലുമല്ല, എല്ലാമായി തീരണം. പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാകരുത്. പപ്പീസ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്നോട് ക്ഷമിക്കൂ. സാരമില്ല എന്നേക്കാൾ കോരു. കഴിവ് പപ്പീസിന് തന്നെയാ. സന്തോഷമായി മക്കളെ.
സന്തോഷമായി. അവനവന്റെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. ഈ അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി പപ്പീസും കോരുവും കൂടി ഒരു പാട്ട് പാടും. ഒരു സംഗീത സമന്വയം. അത് കൊള്ളാം, അത് കൊള്ളാം. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിത ഞാൻ. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനവൻ നല്ല ദൈവമേ നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിത ഞാൻ. രസകരമായ കാടിന്റെ പശ്ചാത്തലം വിട്ട് ഹൃദ്യമായ മൊഴിയുടെ ലോകത്തിലേക്ക് ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു, ടിങ്കുവിൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് കൊതിയായിട്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് നിന്റെ വിശേഷങ്ങൾ? അങ്കിൾ, ആ, എനിക്കൊരു സമ്മാനം കിട്ടി. ഓഹോ, സമ്മാനം കിട്ടിയോ? എന്തിനാ നിനക്ക് സമ്മാനം കിട്ടിയത്? ഞങ്ങളുടെ സ്കൂളിൽ ആ, ഒരു ക്രിസ്മസിന് ഉണ്ടായിരുന്നു. ഓ അത് ശരി. ആഹാ, അപ്പം വേദവിജ്ഞാനത്തിനാണ് നിനക്ക് നല്ലൊരു സമ്മാനം കിട്ടിയതല്ലേ? അതെ അങ്കിൾ. ഓക്കെ, ബൈബിളിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിനക്കറിയാം? ഒരുപാട് കാര്യങ്ങളറിയാം. ഓ, എന്നാൽ ടിങ്കുവിൻ്റെ ബുദ്ധിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണം അല്ലേ? നോക്കിക്കാങ്ങൾ. ഓക്കെ, എന്നാൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതിന് കറക്റ്റ് ഉത്തരം പറയുമെന്ന് ഞാൻ നോക്കട്ടെ. ശരി അങ്കിൾ, ചോദിക്കാം. ഓക്കെ, ബൈബിളിലെ ഏറ്റവും സുന്ദരനായ വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഞാൻ പറയട്ടെ? ആ പറ. ഞാൻ അറിയാം. പെട്ടെന്ന് പറ, ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നേ? ഞാൻ പറയട്ടെ? പറയടാ. മോശയെക്കുറിച്ച്. ഓ ശരിയാണ്, മോശക്കുഞ്ഞ് ജനിച്ചപ്പം നല്ല സുന്ദരനാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ വലിയൊരു പാട്ടുകാരനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആരാണ് ആ പാട്ടുകാരൻ? ഞാൻ പറയട്ടെ? ആ പറ, ആരാത്? ദാവീദ്. ഓ ശരിയാണ്, ദാവീദ് നല്ലൊരു സംഗീതജ്ഞനായിരുന്നു അല്ലേ? ഒരുപാട് പാട്ടുകൾ എഴുതി പാടി. ശരി, അങ്ങനെയെങ്കിൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. എന്താ അങ്കിൾ? ചോദിക്കട്ടെ? ചോദിക്കാം അങ്കിൾ. ഓക്കെ, ബൈബിളിൽ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയ ഒരു വ്യക്തിയുണ്ട്, നല്ലൊരു എഴുത്തുകാരൻ. ആരാണെന്നറിയാമോ? എനിക്കറിയാം. ആരാത്? ഞാൻ പറയട്ടെ? ആ ആരാത്? അലോസ്. ഓ ശരിയാണ്. അപ്പം ടിങ്കുവിന് ഒരുപാട് കഴിവുകളുണ്ട് കേട്ടോ. ടിങ്കുവിന് ബൈബിളിനെ കുറിച്ച് നല്ല അറിവുകളുണ്ട്. കൂട്ടുകാരെ, നിങ്ങളും ബൈബിൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്നാൽ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചോദിച്ചു, ഒരുപാട് ചോദിച്ചു, എനിക്കറിയാം. അറിയാവോ? ഓക്കെ, എന്നാൽ ബൈബിളിലെ ഏറ്റവും വലിയ ശക്തിമാനായ വ്യക്തി ആരാണ്? വളരെ ശക്തനായൊരു വ്യക്തിയുണ്ട്. ആരാന്നറിയാമോ? അറിയാം. ആരാത്? ഞാൻ പറയട്ടെ? ആ എന്താ പേര്? ശിംശോൻ. ആ ശരിയാണ്, ശിംശോൻ വളരെ ശക്തനായ വ്യക്തിയാണ്. ശിംശോനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹങ്ങൾ നേടിയ ഒരു വ്യക്തിയാണ് ശിംശോൻ എന്ന് പറയുന്നത്. ആണോ അങ്കിൾ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് ഞാൻ പറഞ്ഞു തരാം. ശിംശോൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ആണോ അങ്കിൾ? പിന്നല്ലാതെ ദൈവം ഒരു പ്രത്യേകമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ശിംശോനെ ഭൂമിയിലേക്ക് അയച്ചത്. ശിംശോൻ്റെ മാതാപിതാക്കളോട് ദൈവം അരുളി ചെയ്തത് എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? ഇവൻ ഇസ്രയേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ആണോ അങ്കിൾ? നല്ല കാര്യമല്ലേ? അതെ അതെ, നാമും ശിംശോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. എന്നെക്കുറിച്ച്, ഓരോ കൂട്ടുകാരെക്കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. നാമും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പിന്നെ എന്താ അങ്കിൾ? അതുമാത്രവുമല്ല, ശിംശോന് നല്ല മാതാപിതാക്കളെ ലഭിച്ചിരുന്നു. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞേ? കാരണം അവരുടെ മാതാപിതാക്കൾ, ശിംശോൻ്റെ മാതാപിതാക്കൾ വളരെയധികം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആണോ അങ്കിൾ? അതെ, ഏത് കാര്യത്തിനും ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് അഭിപ്രായം ചോദിക്കുന്ന നല്ല സ്വഭാവമുള്ള കൂട്ടരായിരുന്നു ശിംശോൻ്റെ മാതാപിതാക്കൾ. അതെ അങ്കിൾ, എനിക്കറിയാം. എന്തറിയാം? നമുക്കുണ്ടല്ലേ? അതെ അതെ, നമുക്കും നല്ല മാതാപിതാക്കളെ ദൈവം നൽകിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന,
നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ സഹായിക്കുന്ന നല്ല മാതാപിതാക്കൾ, അവരെ നാം അനുസരിച്ചു വളരേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന ഒരു കാര്യം എനിക്കറിയാം. എന്താ നിനക്ക് അറിയുന്നത്? സിംഷോന്റെ കാര്യം. ആ സിംഷോന്റെ കാര്യം എന്താ സംഭവിച്ചത്? അവൻ ചില കാര്യം ആ മാതാപിതാക്കളോട് പറഞ്ഞില്ല. ഓ, അത് ശരിയാണ്. മാതാപിതാക്കൾ ശിംശോനെ വളരെയധികം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം നൽകിയെങ്കിലും ശിംശോൻ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് പങ്കുവച്ചില്ല. എത്രയോ മോശമായ കാര്യമാണല്ലേ? അതെ അങ്കിൾ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളെല്ലാം ദൈവത്തോട് പങ്കുവെക്കുന്നവരായി മാറണം. മാത്രമല്ല, നമ്മെ വളർത്തുന്ന മാതാപിതാക്കളോടും നാം പങ്കുവെക്കണം. ശരി അങ്കിൾ. പിന്നെ എന്താ അങ്കിൾ? മാത്രവുമല്ല, ശിംശോന്റെ മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്താൽ ശക്തി ലഭിച്ചവനായിരുന്നു. അതെന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞേ? കാരണം വളരെ ശക്തി ലഭിച്ചൊരു വ്യക്തിയാണ് ശിംശോൻ എന്ന് പറയുന്നത്. ഒരു ദിവസം ശിംശോൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു സിംഹം തന്നെ കടിക്കുവാനായിട്ട് അടുത്തു വന്നു. ഉടനെ ദൈവത്തിൽ നിന്നും ശക്തി ലഭിച്ച് ശിംശോൻ ആ സിംഹത്തെ കീറിക്കളഞ്ഞു. എങ്ങനെയാണ് ശിംശോൻ ആ സിംഹത്തെ കീറിക്കളയാനായിട്ട് ഇടയായി തീർന്നത്? ദൈവം ശക്തി കൊടുത്തു. അതെ, ദൈവം ശക്തി കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ ശിംശോൻ്റെ ജീവിതത്തിൽ കിട്ടി. ദൈവം തിരഞ്ഞെടുത്തു. മാത്രവുമല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. നല്ല മാതാപിതാക്കളെ കിട്ടി. പിന്നെ എന്തുണ്ടായി? എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? ദൈവം കൈവിടപ്പെട്ടവനായിട്ട്. അയ്യോ, അതെന്താ അങ്കിൾ? ദൈവം കൈവിട്ട അവസ്ഥയിൽ വന്നു. എന്താ കാരണം എന്നറിയാമോ? ദൈവത്തിൻ്റെ അനുഗ്രഹവും ശക്തി തന്നിൽ നിന്ന് പോയി. അയ്യോ, എന്ത് പറ്റി അങ്കിൾ? കാരണം അവൻ ലോകത്തെ സ്നേഹിച്ചു. എന്താ അങ്കിൾ അങ്ങനെ പറഞ്ഞത്? അവൻ തെറ്റായ കാര്യങ്ങൾ, ഒരുപാട് നിബന്ധനകൾ തനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ നിബന്ധനകൾ തൻ്റെ ജീവിതത്തിൽ തെറ്റിച്ചു. കൂട്ടുകാരെ, നമുക്ക് നല്ല മാതാപിതാക്കളെ കിട്ടിയിട്ടുണ്ട്. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. മാത്രവുമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ ദിവസവും പ്രാപിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതവും ദൈവം കൈവിട്ട അവസ്ഥയിലാകും. അയ്യോ അങ്കിൾ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. നീ മാത്രമല്ല, കൂട്ടുകാരുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പ്രപഞ്ചമോഹത്തെ വർജിച്ച് നല്ല കുട്ടികളായി മാതാപിതാക്കളെ അനുസരിച്ചും ദൈവഭയത്തിലും ജീവിക്കുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതെ, അത് തീർച്ചയായിട്ടും ശിംശോൻ വലിയൊരു പാഠമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ ദൈവഭക്തിയോടുകൂടെ നമുക്ക് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഒത്തിരി പ്രാർത്ഥനാ സഹായങ്ങളിൽ ചിലതൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ വലിയ വലിയ അസുഖങ്ങൾ മാറാനുള്ളതാകും. തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കണം. തുടർന്നും എഴുതുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഉല്ലാസ സമയത്തിന് ശേഷം ഇനി വിട ചെല്ലുന്ന സമയം. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.